രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം രാമനെ വധിച്ചതായിട്ടുള്ള മായാപ്രയോഗം കൊണ്ട് സീതയുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള രാവണൻ്റെ ശ്രമമാണ് പറഞ്ഞു വെച്ചത്. ഒരു ലേശം സമയത്തേക്ക് അത് ബലിച്ചു. പിന്നെ വേറെ കാര്യങ്ങളുണ്ടായപ്പോൾ അത് മായയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ തൽക്കാലം സീത വളരെയേറെ ദുഃഖിക്കുക തന്നെ ചെയ്തു. അതിൽ വിശ്വസിച്ചു എന്നാണ്. ഒരു സർഗം മുഴുവൻ ആ സീതയുടെ വിലാപമാണ്. സാ സീത തച്ചിരോ ദൃഷ്ട്വ തച്ച കാർമുഖമുത്തമം. മായ കൊണ്ട് വില്ലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രാമൻ്റെ വില്ലും ഉണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട്, വിശ്വാസം ഒന്നും കൂടി അങ്ങോട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ആ വില്ലും ശിരസ്സും കണ്ടിട്ട് വളരെയേറെ ആ സീത ദുഃഖിച്ചു, കരഞ്ഞു. ചൈതന അറ്റതായിട്ടുള്ള മുഖവും മറ്റ് കണ്ട് നെറ്റി ചൂടാമണി മുതലായിട്ടതെല്ലാം കണ്ട് ലക്ഷണം കൊണ്ട് രാമൻ തന്നെയാണെന്ന് സീത മനസ്സിലാക്കി. ഒരു കുരുവി കരയണ പോലെ വാവിട്ട് കരഞ്ഞു. കൈകേയിയെ നിന്ദിക്കുകയും ചെയ്തു. സ കാമാഭവ കൈകേയി ഹതോയങ്കുലനന്ദന. കൈകേയി, നിനക്ക് തൃപ്തിയായില്ലേ? ഞങ്ങളുടെ ഈ സർവനാശമല്ലേ നീ ആഗ്രഹിച്ചത്? ഒരേ കുടുംബത്തിൽ എങ്ങനെ അത് വേറെ ആവുക? എപ്പോൾ വേറെ എന്ന് വന്നു ആ കുടുംബം നശിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വേറെ എന്ന് വന്നാൽ അവിടെ നാശം ഉറപ്പാണ്. നീയല്ലേ ഇതിനെല്ലാം കാരണം. ഈ നാശത്തിൽ എങ്ങനെ നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നു? ഏതായാലും എൻ്റെ ബുദ്ധിക്കനുസരിച്ചിട്ട് സന്തോഷമായിട്ടുണ്ടാവും. നീ ഏതായാലും സന്തോഷിക്കേ. എൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഇപ്പോൾ ദൈവം ഞങ്ങൾക്ക് എതിരാണല്ലോ. ആര്യൻ ആയിട്ടുള്ള രാമൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ആര്യേണ കിന്തേ കൈകേയി കൃതം രാമേണ വിപ്രിയം. ആ കാട്ടിലേക്ക് അയക്കലല്ലേ ഈ മരണം വരെയുള്ള സംഭവങ്ങൾക്കെല്ലാം കാരണം. അയോധ്യയിലവിടെ വാഴുകയാണെച്ചാൽ ഇത് വല്ലതും ഉണ്ടാവുമോ? ഭരതൻ വാഴുകയാണെങ്കിലും രാമനോട് കാട്ടിൽ പോകാൻ ആജ്ഞാപിക്കാതിരിക്കുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഭരതൻ രാജാവായി എന്നുള്ളൊരു കുഴപ്പമല്ലേ ഉണ്ടാവുള്ളൂ. അതിന് പകരം എത്ര 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 ദുരിതമാണ് നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ആ വനവാസം ആണ് ഇതെല്ലാം ഉണ്ടാക്കി തീർത്തത്. ഇത്രയും പറഞ്ഞ് സീത സഹിക്കവയ്യാതെ സകല ശരീരവും തളർന്ന് വീണു. ജഗാമ ജഗതിംബാല ചിന്നാതു കദളീയത. ഒരു വാഴ കാറ്റത്ത് വീഴുന്നത് പോലെ. താവിൻ്റെ ഒരു വിയോഗമാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത വിഷമം. സർവശരീരം താങ്ങി നിർത്താൻ പോലും കഴിവില്ലാതെ കണ്ണടച്ച് മോഹാലസ്യപ്പെട്ട് ആ സീത താഴെ വീണു എന്ന് പറയണം. കുറേ നേരത്തിന് ശേഷം ആശ്വാസം പൂണ്ട് മെല്ലെ കണ്ണു തുറന്നു. ആ ശിരസ് അങ്ങനെ മുകർന്നുകൊണ്ട്, ഈശ്വര, ഞാൻ വിധവയാകേണ്ടിയും വന്നല്ലോ. ഇതുവരെ അതുണ്ടായിരുന്നില്ല. മറ്റു വിഷമങ്ങളൊക്കെയാണ്. ആ കൂട്ടത്തിൽ ഇതാ വൈധവ്യം എന്ന ദുഃഖവും എന്നെ കെട്ടിപ്പുണർന്നിരിക്കുന്നു. ഇമാം തേ പശ്ചിമാവർത്തം ഗതാർത്തി വിധവാകൃത. എന്നെ വിധവയാക്കിയിട്ട് നീ പോയല്ലോ രാമ. ഇതിന് മാത്രമുള്ള പാപം ഞാൻ എന്താണ് ചെയ്തത്? നല്ല നല്ല ചരിതങ്ങളുള്ളതായിട്ടുള്ള അങ്ങ്, സുചരിതനായിട്ടുള്ള അങ്ങ്
എനിക്ക് മുമ്പേ മരിച്ചു, ഞാനാണ് പോയതെങ്കിൽ ഈ കാഴ്ച എനിക്ക് കാണേണ്ടി. സാധാരണ പറയുന്നതാണ്, ഞാനാണ് പോയതെങ്കിൽ ഇത് കാണാൻ എന്തിനാണ് എന്നെ ഇരുത്തിയത്? ഈ ആയുസ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പോട്ടെ, എന്ത് സുഖമാണ് ഈ ആയുസ് കൊണ്ട് അനുഭവിക്കാൻ പറ്റുക? താടില്ലാണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇതിന് മുമ്പേ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു കാഴ്ചയെങ്കിലും എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. ആ പശു എപ്രകാരം കുട്ടി ഇല്ലെങ്കിൽ ദുഃഖിക്കുമോ, അതുപോലെ കൗസല്യ ഈ ദുഃഖം എങ്ങനെ സഹിക്കും? പല സന്ദർഭങ്ങളിലും പറഞ്ഞതാണ്, ഒരു പുത്രദുഃഖം എങ്ങനെ അമ്മ സഹിക്കും? അമ്മയുടെ നഷ്ടം മക്കൾ സഹിച്ചെന്ന് വരും. അത് ഉണ്ടാവേണ്ട സ്വാഭാവികമാണ്. ആദ്യം മരിക്കുക അമ്മയും അച്ഛനുമാണ്, പക്ഷെ ഇത് അസ്വാഭാവികമാണ്. മക്കളുടെ മരണം കാണേണ്ടി വരിക എന്ന ദുഃഖം കൗസല്യയ്ക്കും ഉണ്ടായല്ലോ. എത്ര ആളുകളാണ് രാമൻ ദീർഘായുഷ്മാൻ ഭവ ദീർഘായുഷ്മാൻ ഭവ എന്ന് ആശംസിച്ചത്. അവരുടെ എല്ലാം അനുഗ്രഹ ആശിസുകൾ വ്യർത്ഥമായല്ലോ രാമാവണ. അധൃതം വചനം തേഷഹം അല്പായുരസി രാഘവ. ദീർഘായുസാവട്ടെ എന്ന അവരുടെ അനുഗ്രഹം. ഇപ്പോൾ നീ അല്പായുസായി പോയില്ലേ അങ്ങ്? ആ സത്യവാക്യങ്ങളെല്ലാം അസത്യങ്ങളായല്ലോ. എല്ലാം അറിയുന്നതായിട്ടുള്ള അങ്ങയുടെ പ്രജ്ഞ നശിച്ചുപോയി. ഭൂതങ്ങളുടെ പ്രഭവമായിട്ടുള്ള ആ കാലം എന്ന് പറയുന്ന സംഗതി, കാലം എല്ലാ പ്രാണികളുടെയും ഹന്താവാണ്. കാലം ആരെയും ഇവിടുന്ന് കൊണ്ടുപോകാത്തത്, എല്ലാവരെയും ഇവിടുന്ന് ഒരു ഘട്ടം കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നു. ഈ ഒരു അവസ്ഥ അവിടത്തേക്ക് എങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാ ആപത്തുകളെയും അകറ്റാൻ കഴിവുള്ളതായിട്ടുള്ള അങ്ങയെ മരണം എങ്ങനെ പിടികൂടി രാമ? രൗദ്രവും അതിനിർദ്ദയവുമായ കാളരാത്രി അങ്ങയെ കെട്ടിപ്പുണർന്നു, എന്നിൽ നിന്നോ അകറ്റുകയും ചെയ്തു. പ്രാണനും അറ്റ നിലത്ത് കിടക്കുന്ന ഈ കാഴ്ച എനിക്ക് കാണേണ്ടി വന്നല്ലോ. അങ്ങ് ഉപയോഗിച്ചിരുന്ന സദാ ആ വില്ല് ഞാൻ പൂജിച്ചിരുന്നു. ആ വില്ലും ഇപ്പോൾ വെറുതെ ആയല്ലോ രാമ. തീർച്ചയായിട്ടും അങ്ങ് സ്വർഗത്തിലേക്കേ പോവുള്ളൂ, സംശയമില്ല. പാപമെല്ലാം ഇല്ലാത്തതായിട്ടുള്ള എൻ്റെ ശുശുരനായിട്ടുള്ള ദശരഥനും ആ സ്വർഗത്തിലുണ്ട് ഇപ്പം തന്നെ. അവരോട് ചേരാൻ അല്ലയോ രാമ അങ്ങ് സ്വർഗത്തിലേക്ക് പോയല്ലോ. ഒരു നക്ഷത്രമായി വാനിൽ അങ്ങ് വിളങ്ങാൻ പോവുകയാണെന്ന് ഞാൻ കരുതുന്നു. എന്താണ് എന്നോടൊന്നും മിണ്ടാത്തത്? എന്നെയും കൊണ്ടുപോയിക്കൂടെ? അങ്ങ് കാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കാട്ടിലേക്ക് വന്നു. ഇനി അങ്ങ് എവിടേക്കാണ് പോകുന്നതെങ്കിൽ അവിടേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. മണിഗ്രഹണ സമയത്ത് എല്ലാ ദിക്കിലേക്കും എന്നെ കൊണ്ടുപോകാം, വരാം എന്ന് ഞാനും പ്രതിജ്ഞ ചെയ്തിട്ടല്ലേ മന്ത്രം പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് എന്നെ വിട്ട് തനിയെ അങ്ങ് പോയത്? ഞാനും അങ്ങയെ അനുഗമിക്കേണ്ടവളല്ലേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? അലങ്കാരങ്ങളോട് കൂടി സിംഹാസനത്തിലും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് നടക്കേണ്ടതായ ആ ശരീരം, കുറുക്കന്മാരോ നരികളോ കടിക്കുക മുതലായിട്ടുള്ളത് ഞാൻ എങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കും? ഏതാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അനേകം യാഗങ്ങൾ, സൽക്കർമ്മങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം ചെയ്തതായിട്ടുള്ള അങ്ങേക്ക് അഗ്നിഹോത്രം മുതലായിട്ടുള്ള അവരെ സംസ്കരിക്കുന്ന വിധമല്ലേ അങ്ങയുടെ ശരീരം സംസ്കരിക്കേണ്ടത്? അതിനുള്ള സൗകര്യമൊക്കെ ഇപ്പോൾ മരിച്ച സ്ഥലത്തുണ്ടാവുമോ? ആര് സംസ്കരിക്കാനാണ്? രാജകീയമായി മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ ശരീരം അനാഥമായിട്ട് കിടക്കേണ്ടത് വന്നല്ലോ രാമ. മടങ്ങി ചെല്ലുമ്പോൾ ലക്ഷ്മണനും ഞാനുമാണ് ഉണ്ടാവുക. അപ്പോൾ രാമൻ എവിടെയെന്ന് കൗസല്യ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുക? രാക്ഷസേശ്വരൻ അങ്ങയെ വധിച്ചതും അതൊക്കെ പറഞ്ഞാൽ കൗസല്യയ്ക്ക് അത് താങ്ങാനോ ജീവനോടെ ഇരിക്കാനോ സാധിക്കുമോ? ഉടനെ തന്നെ കൗസല്യയും പ്രാണൻ വെടിയും. ദുഃഖം സഹിക്കവയ്യാതെ വൃദ്ധ പ്രാണൻ വെടിയും. ഈശ്വര, അതെല്ലാം എങ്ങനെയാണ് ഞാൻ ചിന്തിക്കാനും പോലും വയ്യ. എല്ലാറ്റിനും ഉള്ള ഈ കാരണം ഞാൻ മൂലമല്ലേ ഉണ്ടായത്?
നല്ല സ്ത്രീകൾ അങ്ങനെയാണ് ചിന്തിക്കുക. ഭർത്താവിൻ്റെ ദുഃഖം പോലും തൻ്റെ കാരണം കൊണ്ടുണ്ടായി. ഭർത്താവ് ഭാഗ്യവാനാണ്. തിരിച്ചാണ് ഇന്നത്തെ ആൾക്കാർ പറയുക, എല്ലാ അയാൾ കാരണമാണ് എൻ്റെ ദുഃഖം. പക്ഷെ ഒരിക്കലും നല്ലവരങ്ങനെ പറയാറില്ല. ഭർത്താവ് തിരിച്ചും പറയും, ഞാൻ കാരണം നിനക്കും കൂടി ദുഃഖം അനുഭവിക്കേണ്ടി വന്നല്ലോ. എൻ്റെ നിർഭാഗ്യമാണ് രാമ, ഈ ഒരു പ്രാണത്യാഗം അങ്ങേക്ക് ഉണ്ടായത്. ഞാൻ മഹാപാപിയാണ്. യാഗമത്തേകശോചാമി ഭാര്യ സർവാതിഥേരഭി. വളരെ വലിയ പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. വല്ലവരുടെ ദാനം മുടക്കുകയോ കുട്ടികളെ അപഹരിക്കുകയോ ദ്രോഹിക്കുകയോ ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെയെല്ലാം വരാൻ കാരണം. രാവണ, നീ ഒരു കാര്യം ചെയ്യൂ, എന്നെ പ്രാണൻ കളഞ്ഞ ആ രാമൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ ജീവനില്ലാത്ത ശരീരം ഇടുമോ? ആ ഒരു ഉപകാരമെങ്കിലും നീ എനിക്ക് ചെയ്യുമോ? ആ പുണ്യം നിനക്ക് കിട്ടും. ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്? അവൻ്റെ ശിരസ്സും എൻ്റെ ശിരസ്സും, രാമൻ്റെ അദ്ദേഹത്തിൻ്റെ ശിരസ്സും കൂടി ഒന്നിച്ച് ചേർത്ത് യോജിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കുമോ? ഇങ്ങനെ സീത ഒരുപാട് വിലപിച്ചു. ആ സമയത്ത് പ്രഹസ്തൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് ഒരാൾ അറിയിച്ചു. രാവണൻ സേനാനായകനായിട്ടുള്ള പ്രഹസ്തനോട് വരാൻ പറയൂ. സർവ്വമന്ത്രിമാരോടും കൂടി എന്തോ ആലോചിക്കാനാണ് വന്നിരിക്കുന്നത്. അതെന്താണ് ആലോചിക്കേണ്ടത് എന്ന് ഇനി കുറേ സർഗ്ഗങ്ങൾക്ക് ശേഷമാണ് പറയണത്. ഇത്രയും പറഞ്ഞപ്പോഴേണ്ട സീൻ മാറ്റി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പെരുമ്പറ ഒച്ച ഉണ്ടാക്കിയിട്ട് എൻ്റെ സൈന്യങ്ങളെ വരുത്തണം എന്ന് രാവണൻ അതിനുശേഷം ഈ പ്രഹസ്തൻ്റെ ഉപദേശം കേട്ടിട്ട് ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിലേക്കുള്ള ഒരു ഘട്ടം മുന്നോട്ട് നീങ്ങുകയാണ്, ആഹ്വാനം ചെയ്യുകയാണെന്ന് മാത്രം. അങ്ങനെ ഒരുപാടുള്ള പെരുമ്പറ കൊട്ടി യുദ്ധാഹ്വാനം ചെയ്ത് അടിയന്തരമായിട്ട് ഒരു കാര്യം പ്രഹസ്തൻ രാവണനെ ഉപദേശിച്ചു എന്ന് മാത്രം പറയുന്നു. അതെന്താണെന്ന് കുറച്ച് സർഗ്ഗങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് തന്നെ വേറൊന്നുമില്ല പറഞ്ഞു എന്നും പറഞ്ഞ് അതിനുശേഷം സീതയെ സമാശ്വസിപ്പിക്കുന്ന ഒരു രംഗം. സരമ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസ സ്ത്രീ പറഞ്ഞു, സീതാം മോഹിതാം ദൃഷ്ട്വാ സരമാ നാമ രാക്ഷസി ആസസാദാത വൈദേഹിം പ്രിയാം പ്രണയിനീം സഖീം. അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോഹിതയും പരമദുഃഖിതയുമായിട്ടുള്ള സീതയെ മൃദുഭാഷിണിയായിട്ടുള്ള സരമ, അവരിലുണ്ട് ചില നല്ലവരൊക്കെ, എല്ലാവരും ഒരുപോലെ വികട സ്വരൂപമുള്ളവരല്ല, സ്വഭാവമുള്ളവരല്ല. പൊടി മുഴുവനെ ശരീരത്തിലണിഞ്ഞ് കണ്ണുനീരൊഴിപ്പിക്കുന്നതായിട്ടുള്ള സീതയെ ആ സരമ സമാശ്വസിപ്പിച്ചു. വൈദേഹി, നീ ആശ്വസിക്കൂ, ഒരു കാര്യം ഞാൻ പറയാം, നീ ശ്രദ്ധിച്ച് കേൾക്കുക. താം സമാശ്വാസയാമാസ സഖീ സ്നേഹേന സുവ്രത. എന്തോ ഒരു സൗഹൃദ സ്നേഹം ആ സരമയ്ക്ക് സീതയിൽ തോന്നി. അങ്ങനെ ചിലപ്പോൾ ഒരു ഈശ്വരാധീനം കൊണ്ടുണ്ടാവും, പ്രതീക്ഷിക്കാത്ത ചില പിന്തുണകൾ കിട്ടും. സമാശ്വസിക്ക് വൈദേഹി മാഭൂത്തേ മനസ്സോ വ്യഥ. നിനക്ക് ദുഃഖമില്ലാണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയണത്. എനിക്ക് ഈ ജീവിതത്തിൽ വലിയ ആഗ്രഹമൊന്നുമില്ല ഈ രാവണൻ്റെ അടുത്ത് വന്ന് പെട്ടത് കാരണം കൊണ്ട് ആരെയും എനിക്ക് പേടിയില്ല. എല്ലാ ഭയവും ഉപേക്ഷിച്ച് ഞാൻ ഒരു കാര്യം നിന്നോട് പറയുകയാണ്. അതെന്താണ്? ന ശക്യം സൗത്തികം കർത്തൻ രാമസ്യ വിദിതാത്മന. ഈ രാമനെ കൊല്ലാനായിട്ട് ആർക്കാണ് സാധിക്കുക? നീ ഇത് വിശ്വസിച്ചുവല്ലോ. ന ശക്യം സൗത്തികം കർത്തം. ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും നടക്കണ കാര്യമല്ല ഇപ്പോൾ ഈ കേട്ടത്. സീത അത്ഭുതപ്പെട്ടു. എന്താണ് പിന്നെ താൻ ഈ കണ്ടതിലധികം സത്യമുണ്ടോ? നശക്യം സൗത്തികം. സ്വപ്നത്തിൽ പോലും രാമനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല സീതയെ. വിദിതാത്മാവായിട്ടുള്ള രാമൻ ആത്മസ്വരൂപിയാണ്. ഈ രാമായണം രാമൻ ഈശ്വരനാണെന്ന് പറയുന്നു. വീണ്ടും തെളിവുകളുണ്ട്. ദേവേന്ദ്രനാരെ എന്ന പോലെ രാമനാൽ സംരക്ഷിക്കപ്പെടുന്നവനും മരങ്ങൾ കൊണ്ട് മല്ലടിക്കുന്നവനുമായ വാനരന്മാരെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. ദേവന്മാരെ ആരാ സംരക്ഷിക്കുക? ഇന്ദ്രൻ. വാനരന്മാരെയോ? രാമൻ. അപ്പോൾ ഈ വാനരന്മാരെയും രാമനെയും ആർക്കും തന്നെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ കണ്ടതെല്ലാം മായയാണ് എന്ന് നീ ധരിക്കുക. രാക്ഷസന്മാർക്ക് മായയുണ്ട്. അതുകൊണ്ട് ഹന്താ പരബലൗഘാനാം അചിന്ത്യബലപൂരുഷ നഖതോ രാഘവ ശ്രീമാൻ സീതേ ശത്രുനിബർഹണ.
ശത്രുവിനെ പൊടിയാക്കാനും ഭസ്മമാക്കാനും കഴിവുള്ള രാമൻ മരിച്ചിട്ടില്ല. എല്ലാം മായയാണ്. ദീർഘവൃത്ത വിജശ്രീമാൻ മഹോരസ്ക പ്രതാപവാൻ വിക്രാന്തോ രക്ഷിതാ നിത്യം ആത്മനശ്ച പരസ്യശ. സൗമിത്രിയോടൊത്ത് ആ ഉത്തരതീരത്ത് രാമൻ സുഖമായിട്ട് വാഴുന്നു. ഇത് നീ കേൾക്കുക, രാമൻ മരിച്ചിട്ടില്ല. മാത്രമല്ല, നിൻ്റെ ദുഃഖങ്ങൾ തീരാൻ പോവുകയാണ്. എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇനി നിനക്ക് ദുഃഖിക്കാനുള്ള കാലമല്ല, നല്ല കാലം വരുന്നു. ലക്ഷ്മി നിൻ്റെ അടുത്തേക്ക് വരികയാണ്. സന്തോഷമാകുന്ന ലക്ഷ്മി നിന്നെ തേടി വരും. അതിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഉത്തീര്യ സാഗരൻ രാമസ്വേന വാനരസേനയാ സന്നിവിഷ്ടസമുദ്രസ്യ തീരമാസാദ്യ ദക്ഷിണം. സമുദ്രതീരം ഉത്തരതീരത്ത് കടന്ന് തെക്കോട്ട് ലങ്കയിലേക്ക്. അതിൻ്റെ ഉത്തരതീരത്ത് രാമസൈന്യം താവളമടിച്ചു. സുഖമായിട്ട് രാമനും ലക്ഷ്മണനും വാനരസേനയെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഞാനത് പോയിട്ട് കണ്ടു. എന്തെങ്കിലുമൊക്കെ രാക്ഷസന്മാർ അവിടെ പോയി വന്ന് തെറ്റായ വർത്തമാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രാമൻ മരിച്ചു എന്നത്. അത് കേട്ട് അവരുടെ ചതി ആയിട്ട് നിൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വർത്തമാനമാണ് ഇത്. സന്നാഹജന നിഹ്യേഷ ഭൈരവാഭീരുവേരിക ഭേരീനാഥഞ്ച ഗംഭീരം ചുണു തോയത നിസ്വനം. സമുദ്രത്തിനെ പോലെയുള്ള അവരുടെ പെരുമ്പറ ഒച്ച, വാദ്യഘോഷങ്ങൾ മുഴക്കുന്നത്, യുദ്ധസന്നാഹ കാഹളങ്ങൾ. നീയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടുന്ന് കേൾക്കാതെ ഞാൻ പറയില്ലല്ലോ. അവിടെ നീ ചെവി ഓർത്ത് നോക്കൂ, അതാ കേൾക്കുന്നു ആ ശബ്ദം. രാമൻ മരിക്കപ്പെട്ടാൽ ഈ ശബ്ദം അവിടെ ഉണ്ടാവും. രാമൻ മരിച്ചാൽ ഒരിക്കലും രാമൻ കൊല്ലപ്പെട്ടാൽ യുദ്ധകാഹളം ഉണ്ടാവില്ല. പിന്നെ ദുഃഖമായിട്ടുള്ള നിശബ്ദത ഉണ്ടാവാൻ നോക്കുക. ആ ശബ്ദം ആന, കുതിര, കാൽപ്പട മുതലായിട്ടുള്ളതെല്ലാം കയറി തിമർക്കുന്നു രാമസൈന്യം. അതുകൊണ്ട് രാമനും ലക്ഷ്മണനും ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയും ഇല്ല. നീ സമാധാനിക്കൂ. എന്താണ് പറഞ്ഞത്? സരമ ഒരുപാട് സീതയെ സമാശ്വസിപ്പിച്ചു. അപ്പോൾ ഒരുവിധം അങ്ങനെ വിശ്വസിച്ചു. സരമ നുണയല്ല, നുണ പറഞ്ഞിട്ട് അവൾക്ക് എന്ത് കാര്യം ഈ കാര്യത്തിൽ? അങ്ങനെ പടച്ചട്ടയണിഞ്ഞിട്ടും ആയുധങ്ങളെ എന്തു ചെയ്തും ആയിട്ടുള്ള രാമൻ തീർച്ചയായിട്ടും നിനക്ക് അധികം താമസിയാതെ കാണാനായിട്ട് സാധിക്കും. ആ രാമൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് നീ ആനന്ദക്കണ്ണീര് ഒഴുക്കും. ഇപ്പം ദുഃഖക്കണ്ണീരല്ലേ ഒഴുക്കണം, ഇതിന് പകരം ആനന്ദക്കണ്ണീര് ഒഴുക്കും സീതേ. നീ വിശ്വസിക്കൂ, ഇത് എനിക്ക് നിന്നോട് നുണ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ആ സൂര്യനെ പോലെയുള്ളതായിരിക്കുന്ന രാമൻ്റെ പ്രഭാവം നിനക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശർമ്മ അല്ല, വേനൽക്കാലത്ത് മഴ കിട്ടിയാൽ എത്ര സുഖം ഉണ്ടാവും. അതുപോലെ ഈ വാക്കുകൾ സീതയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എന്തു വേണമെങ്കിലും രാമനോട് പറയാൻ എനിക്ക് സാധിക്കും. ഇപ്പം ഞാൻ ഈ ഒരു വിവരം പറയാൻ വേണ്ടി മാത്രമല്ല വന്നിരിക്കണം. പിന്നെ എന്തിനാണ് വന്നിരിക്കണം? എന്തെങ്കിലും എന്നാലാവുന്ന സഹായം നിനക്ക് ചെയ്യാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പറയൂ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടത്? ഈ ആകാശത്തിൽ കൂടെ ആരും കാണാതെ സഞ്ചരിക്കാൻ, ഗരുഡനെ പോലെ കാറ്റിനോ ഗരുഡനോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വേഗതയിൽ ആരും കാണാതെ സഞ്ചരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. സമർത്ഥോ ഗതി മന്വേതും പാവനോ ഗരുഡോപിവ. കാറ്റും ഗരുഡനും പോലും ചെന്നെത്താൻ പറ്റാത്ത വഴി കൂടെ സഞ്ചരിക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് അവിടെ രാമനെ കണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കഴിവുണ്ട്. അത് നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സീത പറഞ്ഞു, അങ്ങനെ നിനക്ക് കുറേ കഴിവുകളുണ്ട് എന്ന് എനിക്ക് അറിയാം സരമേ. അത് എന്നെ കണ്ടാൽ തന്നെ അറിയാം, കണ്ടാൽ ലക്ഷണങ്ങളുണ്ട്. സമർത്ഥ ഗഗനം ഗന്ധും, ആകാശത്തു കൂടെ പോകാനുള്ള കഴിവ് നിനക്കുണ്ട്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നീ എന്നോട് എനിക്ക് വേണ്ടി ചെയ്യുമോ?
മൽപ്രിയം യതി കർത്തവ്യം യതി ബുദ്ധി തിരന്തവ ജ്ഞാതുമിച്ഛാമി തങ്കത്വ കിങ്കരോമീതി രാവണ. ആദ്യം എന്ത് ചെയ്യണം? രാവണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്, ഭാവി പരിപാടികൾ ഒന്ന് ചോർത്തി എനിക്ക് കൊണ്ടുതരാൻ പറ്റുമോ? മായാവിയായിട്ടുള്ള രാവണൻ രാക്ഷസന്മാരുമായിട്ട് ആലോചിച്ച് പലതും ചെയ്യും, ദുഷ്ടത്തരങ്ങൾ ചെയ്യും. കാരണം എന്നോടുള്ള ആഗ്രഹം അവന് ഭ്രാന്തായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ക്രൂരനും ശത്രുനാശകനും ദുഷ്ടാത്മാവുമായിട്ടുള്ള രാവണൻ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അവനെ എന്നെ തന്നെ കൊല്ലാനോ വേണമെങ്കിൽ. ഇപ്പം രാമൻ കൊന്നിട്ടില്ല, അതുകൊണ്ട് രാമൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അവനെ വേണമെങ്കിൽ കൊല്ലാം, ശ്രമിക്കാം, എന്നെ കൊല്ലാം. അപ്പോൾ എന്തൊക്കെയാണ് അവൻ ആലോചിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് വേറെ ചോദ്യം. എന്നാലും ആകാംക്ഷ ഉണ്ടാവുമല്ലോ, എന്തിനൊക്കെയാണ് അവൻ ആലോചിക്കുന്നത് എന്നൊന്ന് എനിക്ക് ചോർത്തി പറഞ്ഞു തരാമോ? അതാണ് എനിക്ക് ഹിതം ചെയ്യാൻ ആണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് വേണ്ടത്. എപ്പോഴും എനിക്ക് കാവൽ നിൽക്കുന്ന ഈ രാക്ഷസികളെ കൊണ്ട് അവൻ എന്നും എന്നെ ദ്രോഹിക്കുന്നു. ആ രാക്ഷസികളോ എന്നെ ദ്രോഹിക്കുന്നു, ദേഹോപദ്രവം ചെയ്യുന്നു, ശകാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മടുത്തു. ഇനിയും അവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്, അവൻ്റെ നീക്കങ്ങൾ ഒക്കെ ഒന്ന് എന്നോട് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഏഷതേ യഥഭിപ്രായ തഥാ ഗച്ഛാമി ജാനകി. പിന്നെന്താ സീതേ, തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും, എന്നെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ രാവണപക്ഷപാതിയല്ല. എന്നാൽ കഴിയുന്ന ഈ പറഞ്ഞ സംഗതി ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. ശത്രുവിൻ്റെ അന്തർഗതം അറിഞ്ഞ് തിരിച്ചു വരുന്നത് നീ കണ്ടോ, അചിരേണ നീ കാണും, അപ്പോൾ നിനക്ക് എൻ്റെ കഴിവിൽ വിശ്വാസം വരും. ഇങ്ങനെ പറഞ്ഞ് രാവണൻ്റെ അടുത്തേക്ക് സരമ സീതയെ സമാധാനിപ്പിച്ചുകൊണ്ട് പോയി. അങ്ങനെ അധുരാത്മാവിൻ്റെ നിശ്ചയങ്ങളെല്ലാം കേട്ട് സംഗതികളെല്ലാം അറിഞ്ഞ് അവൾ ഉടനെ തന്നെ വീണ്ടും തിരിച്ചെത്തി, അശോകവനികയിൽ തിരിച്ചെത്തി. സരമ വന്നപ്പോൾ വീണ്ടും സീതയ്ക്ക് ആശ്വാസമായി, തൻ്റെ ആളാണല്ലോ. ദുഃഖിതയായിട്ടുള്ള സീതയെ കണ്ടു പുണർന്നു. ഒരു ഭാഗത്ത് ഇരിക്കൂ സീത, സമാധാനമായിട്ട് ഇരിക്കൂ, നിനക്കൊന്നും സംഭവിക്കില്ല. താന്ത് സീത പുനഃപ്രാപ്ത സരമാം വൽഗുഭാഷിണി. മനോഹരമായിട്ട് സംസാരിക്കുന്ന അവൾ ഒന്നങ്ങനെ പുണർന്നു. സുസ്നിഗ്ധം ദൗജ സ്വയം മാനസം. ആലിംഗനം ചെയ്ത് ഇരിപ്പിടം നൽകി. ദശാനനൻ്റെ പദ്ധതിയെക്കുറിച്ച് നീ എന്നോട് പറയൂ. അങ്ങനെ വിറച്ചലോട് കൂടിയിട്ട് ആ സീത ദുഃഖിച്ച് പറഞ്ഞു. സരമ പറഞ്ഞു, സീതേ, ജനന്യ രാക്ഷസേന്ദ്രോവേ ത്വൻ മോക്ഷാർത്ഥം മൃഗദ്വജ അവിദ്ധേന ച വൈദേഹി മന്ദവൃദ്ധേന ബോധിത. കുറച്ച് പ്രായമുള്ളൊരു മന്ത്രിയുണ്ട് ഈ രാവണന്. അയാളുടെ പേരാണ് അവിദ്ധൻ. അവിദ്ധനും പിന്നെ കൈകസി അമ്മ, ഈ രാവണൻ്റെ അമ്മ. രണ്ട് കൂട്ടരും രാവണനോട് സീതയെ നിന്നെ തിരിച്ചു നൽകാനാണ് പറഞ്ഞത്. ആരും രാവണൻ്റെ ഭാഗത്തില്ല. മല്യവാനുണ്ടോ? ഇല്ല, ഇനി വരാൻ പോണു മല്യവാൻ്റെ വാക്യം. ആരും തന്നെ രാവണന് പിന്തുണയായിട്ട് പറയാൻ വയ്യ. മാരീചനും ശുഗനും ഒക്കെ ഉപദേശിച്ചു കൊടുത്തതാണ്. ഇപ്പം ഇതാ അവിദ്ധൻ എന്ന മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നു സീതയെ നിന്നെ തിരിച്ചു കൊടുക്കാനായിട്ട്. അമ്മയും പറഞ്ഞു. അതുകൊണ്ട് രാവണൻ ശരിക്കും പറയാച്ച ഒറ്റയ്ക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൈന്യവും മന്ത്രിയൊക്കെ ഉണ്ട്. കാലരാവണൻ പറഞ്ഞത് അവർക്ക് കേൾക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അവരാരും രാവനോട് വിജയിക്കാൻ പോകണില്ല. അത് നീ സമാധാനിച്ചോളൂ. അതിന് അവിദ്ധനും അമ്മയും പറഞ്ഞു കൊടുത്ത ജനസ്ഥാനത്ത് നടന്ന സംഭവം തന്നെയാണ്. നിദർശനം തേ പര്യാപ്തം ജനസ്ഥാനേ യദദ്ഭുതം. 14,000 രാക്ഷസന്മാരെ ഒരാൾക്ക് കൊല്ലാം എന്നുണ്ടെങ്കിൽ ഒരു രാവണനെ കൊല്ലാനാണോ പ്രയാസം? ഏതാനും സൈന്യങ്ങളും ഇവിടെ ഉണ്ടാവും, അവരെ കൊല്ലാനാണോ രാമന് പ്രയാസം? മാത്രമല്ല അവർ അങ്ങനെ വിചാരിക്കുന്ന പോലെയല്ല. ഈ ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞതല്ലേ. ലംഘനഞ്ച സമുദ്രസ്യ ദർശനം ജഗനൂമത. സാധാരണ ഒരു വാനരനോ ഒരാളൊക്കെ ഒരു മനുഷ്യനോ ദേവഗന്ധർവന്മാർക്കോ കഴിയണ കാര്യമാണോ ഹനുമാൻ ചെയ്തത്? ആ ഹനുമാൻ
പല ശക്തികളും ഉള്ള ഒരാളാണ്. അസാധാരണമായിട്ടുള്ള ശക്തിയും കഴിവുമുള്ള ഹനുമാൻ അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. മൈന്ദൻ, ദിവിധൻ, ഇവരൊക്കെ മരണമില്ലാത്തവരാണ്. മരണമില്ലാത്തവരെ പറ്റി നീ കേട്ടിട്ടുണ്ടോ ഈ ലോകത്തിൽ? എന്നാ അത് കേട്ടോളൂ. മൈന്ദനും ദിവിധനും മരണമില്ല. അപ്പം അവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ രാവണന് ഒരൊറ്റ ശരണയുള്ളൂ, മരണം. അസാധാരണ കഴിവുള്ളതായിട്ടുള്ള മന്ത്രിമാർ, വാനരന്മാർ, സുഗ്രീവൻ, ഇവരോടുകൂടി രാമൻ ഇങ്ങോട്ട് വരേണ്ട താമസം പിന്നെ വലിയ താമസമൊന്നും ഈ ലങ്ക ഇല്ലാണ്ടാവാൻ ഉണ്ടാവില്ല. ആ വാനര ശബ്ദം സീതയെ നീ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും രാമനെ ഏതെങ്കിലും പ്രകാരത്തിൽ ഇല്ലാണ്ടാക്കിയിട്ട് തന്നെ അനുഭവിക്കാനാണ് രാവണൻ്റെ പദ്ധതി. എങ്കിലും അതൊന്നും നടക്കാൻ പോണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇപ്പോൾ പേടിച്ചിരിക്കണു. എല്ലാവരും രാവണനെ ഉപദേശിച്ചിരിക്കണു നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്, സീതയെ ഭവതിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രാവണൻ്റെ കഷ്ടകാലത്തിന് എന്ത് തോന്നണില്ല, അത് ചെയ്യാൻ തോന്നണില്ല. ഫലോ രാവണനാശം. അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല. ഈ കാര്യം നീ ഉറപ്പിച്ചു. ഇതാണ് എനിക്ക് തന്നോട് പറയാനുള്ളത് എന്നറിഞ്ഞു വന്ന് പറഞ്ഞു. പലയിതം ദുരന്തങ്ങൾ ഈ ലങ്കയെ പുനരാനിത വരാനിരിക്കുകയാണ്. ശിത്വാദ വാനരസൈന്യ ശബ്ദം ലങ്കാഗത രാക്ഷസരാജഭൃത്യ നഷ്ടോജസോ ദൈന്യപരീതചേഷ്ട ശ്രേയോ ന പശ്യന്തി നൃപസ്യ ദോഷൈ. രാജാവിൻ്റെ തെറ്റായിട്ടുള്ള പ്രവണതകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും ഈ ലങ്ക നശിക്കാൻ പോകുന്ന സൂചനകളാണ് എല്ലാ ദിക്കിലും കാണുന്നത്. ഒരു ശ്രേയസ്സോ നല്ല ലക്ഷണമോ എവിടെ നോക്കിയാലും കാണുന്നില്ല. അതുകൊണ്ട് നീ സമാധാനിച്ചോ, എൻ്റെ നല്ല കാലം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് സത്യസന്ധമായിട്ട് പറയുന്നത്. ഇതിലൊരു വ്യാജമോ ഒരു അസത്യമോ ഇല്ല. അങ്ങനെ സീതയെ സമാശ്വസിപ്പിച്ചതിന് ശേഷം മാല്യവൻ രാവണനെ ഉപദേശിക്കുകയാണ് സീതയെ തിരിച്ചു കൊടുക്കാനായിട്ട്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം വേദത്തെ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.